ഗ്രാമീണ ഭംഗി ഒട്ടും വിട്ടുമാറാത്ത ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ തളിക്കുളത്ത് സ്നേഹതീരത്തിനടുത്ത് പൂരാടൻ രവിയുടെയും ഷൂജിയുടെയും ആധുനിക രീതിയിലുള്ള ഒരു സ്വപ്ന സൗധമാണ് നാം ഇവിടെ കാണുന്നത്. തികച്ചും കൊളോണിയൽ സ്റ്റൈലിലാണ് ഇതിന്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി കാർ പോർച്ചും ഏതാണ്ട് മധ്യഭാഗത്തായി സിറ്റ് ഔട്ടും ഈ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സിറ്റ് ഔട്ടിനെയും കാർ പോർച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ചെറിയൊരു പാത്വേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. കൊളോണിയൽ സ്റ്റൈലിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഇതിൽ പർഗോളാസും സ്ലോപ്ഡ് റൂഫ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നാം ഡയറക്റ്റായി എൻട്രി ചെയ്യുന്നത് മെയിൻ ലിവിംഗ് റൂമിലോട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്നും നാം എൻട്രി ചെയ്തിരിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ഏതാണ്ട് എൽ ഷേപ്പിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് തന്നെയാണ് ഒരു പൂജാ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോയിങ് റൂമിൽ നിന്നും നാം വിശാലമായ ഒരു ഡൈനിങ് കം ഫാമിലി ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള ഡോറുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് കം ഫാമിലി ഏരിയയിൽ ഡൈനിങ്ങിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഒരു കോമൺ വാഷും അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഡൈൻ ഔട്ട് രീതിയിൽ ഒരു ഡോറ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെയർ കേസും ഈ ഏരിയയിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന്റെ കളർ തീമായി സെലക്ട് ചെയ്തിരിക്കുന്നത് ആഷിനോട് ചേർന്ന ഒരു കളർ തീമാണ്. ഇതിലെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അലുമിനിയം കോമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചാണ്. ഈ ബെഡ്റൂമിനെ ഒരു ഡ്രസ് ഏരിയയും അതിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
വളരെ പാക്ക്ഡായ ഒരു കിച്ചൺ ഡിസൈൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു അടുക്കളയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്തിണക്കിക്കൊണ്ട് ഒരു എൽ ഷേപ്പിലുള്ള രീതിയിൽ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. കിച്ചണിൽ വർക്കിംഗ് ട്രയാങ്കിൾ വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം. എൽ ഷേപ്പിലുള്ള ഒരു കൗണ്ടറാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുക്കളയുടെ കളർ തീമായി സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ്. അടുക്കളയിലും മാക്സിമം നാച്ചുറൽ വെന്റിലേഷനും ലൈറ്റും സാധ്യമാക്കുന്ന രീതിയിൽ തന്നെ ജനലുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അടുക്കളയിൽ നിന്നും നാം കടക്കുന്നത് ചെറിയ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. അടുക്കളയിൽ നിന്നും ഒരു ചെറിയ സ്റ്റോർ റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. സ്റ്റീൽ ഹാൻഡ് റെയിലാണ് സ്റ്റെയർ കേസിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നാം എത്തി നിൽക്കുന്നത് മുകളിലെ ലിവിംഗ് ഏരിയയിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കുമുള്ള ഡോറുകൾ കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിന്റെ കളർ തീമായി ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് പിങ്ക് നിറമാണ്. മാക്സിമം വെന്റിലേഷനും ലൈറ്റും ലഭ്യമാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിലെ വിൻഡോസ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി കബോർഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിനെ ഒരു ഡ്രസ് ഏരിയയും അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഏരിയയിൽ കൂടുതൽ ഭംഗിയാർന്നൊരു വീട്. ഈ വീടിനെ പറ്റി ആദ്യമേ തന്നെ വീട്ടുകാർക്കും ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരു എലിവേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് അത് എക്സ്പ്രസ് ചെയ്ത് തരുവാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും
അവരുടെ സങ്കല്പത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളും മറ്റും കാണിച്ചു തന്നപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇതാണ് ഇവരുടെ മനസ്സിലുള്ള വീട്. പക്ഷേ ആ വലിയ വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ഏരിയ കുറച്ച്, എന്നാലോ ആ വീടുകളുടെ എല്ലാം വലിയ വീടുകളുടെ എല്ലാം ഭംഗി ആവാഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്ത് മരം കൊണ്ടുള്ള ജനലുകൾ, വാതില് ഇതൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. അത് സാധാരണ ഒരു കേരളീയന്റെ മനസ്സിലുള്ള ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് നിയോഫാബിയ എന്നുള്ളൊരു ടെൻഡൻസിയാണ്. നിയോഫാബിയ എന്ന് പറയുന്നത് പുതിയതിനെയെല്ലാം ആദ്യം സ്വീകരിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ആ കുഴപ്പം ഈ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റീൽ ഡോറ്, സ്റ്റീൽ വിൻഡോ അതെല്ലാം കേരള മാർക്കറ്റിൽ വന്നു തുടങ്ങി വേര് പിടിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിനുള്ള ഗുണങ്ങൾ ഇവർ വായിച്ചറിഞ്ഞ് അത് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ വീടിനെ എക്കോ ഫ്രണ്ട്ലി ആയുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. കബോർഡ്സും നമ്മൾ ACP അലുമിനിയം കോമ്പോസിറ്റ് പാനൽ വെച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റീരിയറിന് ഒരുപാട് പൈസയൊന്നും ചെലവാക്കാത്ത രീതിയിൽ, എന്നാലോ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എലിവേഷൻ ഒരു സംതിങ് ഡിഫറെന്റ് ആവണം എന്നായിരുന്നു ഇവരുടെ ഒരു ആഗ്രഹം. അത് 100% അവരുടെ മനസ്സിന്റെ ആഗ്രഹത്തിന് ഒത്തു തന്നെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു. ഫസ്റ്റ് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂം. ഈ റൂമിലും 2 സൈഡ് വെന്റിലേഷൻ സാധ്യമാകുന്ന രീതിയിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന്റെ കളർ തീമായി സെലക്ട് ചെയ്തിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ കബോർഡ്സും ഡ്രസ് ഏരിയയും ഒരുക്കിയിരിക്കുന്നു. ഇതിലും ഡ്രസ് ഏരിയയിൽ നിന്നും ഒരു ടോയ്ലറ്റ് ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്ന പോലെ തന്നെയാണ് മുകളിലും ബാൽക്കണിയും കൊടുത്തിരിക്കുന്നത്. L ഷേപ്പിൽ തന്നെയാണ് ഇതിലെ ബാൽക്കണി. വീടിന്റെ ഇരുവശങ്ങളിലേക്കും കാണാവുന്ന രീതിയിൽ ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ ഡിസൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കി കളഞ്ഞിട്ടില്ല. മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിലെ ഓരോ ഡിസൈനിങ്ങും. കൂടാതെ ഓരോ റൂമിലും മാക്സിമം നാച്ചുറൽ വെന്റിലേഷനും ലൈറ്റും ലഭിക്കുന്ന രീതിയിൽ തന്നെ വിൻഡോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇരുഭാഗത്തും ജനലുകൾ കിട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ വിൻഡോസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇടുങ്ങിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഈ ഡിസൈനിൽ ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. നമ്മുടെ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ എലിവേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നോ? കൊളോണിയൽ ടൈപ്പ് മോഡലാവാണെന്ന് ഞങ്ങൾ ആദ്യം.
അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ്സും അതുപോലെ നമ്മുടെ ഈ എലിവേഷൻ സ്റ്റൈലും കൂടി മാച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നോ ഡിസൈൻ ആദ്യം ചെയ്തു വന്നിരുന്നത്? അപ്പൊ ആ ഒരു സ്റ്റൈലിൽ വരണം എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തത്. വളരെ കുറവൊരു സ്ഥലത്താണ് ഇപ്പൊ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിന്റെ ഭാഗത്ത് വന്നപ്പോൾ നിങ്ങളുടെ റൂമിന്റെ സ്പെസിഫിക്കേഷനും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ ഡൈനിങ്ങിൽ നമുക്കൊരു ലിവിങ് ഏരിയ വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. TV കാണുന്ന സ്പേസ് ഒക്കെ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ വർക്കിന്റെ സ്റ്റേജുകളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ മൂവ് ചെയ്തിരുന്നത്? അപ്പൊ ഡ്രോയിങ് സൈഡ് ഒക്കെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തന്നിരുന്നു. അപ്പൊ വർക്ക് സ്മൂത്ത് ആയിട്ട് പോവാൻ വേറെ പ്രോബ്ലംസ്. അപ്പൊ ഇടയിൽ അവരുടെ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം വർക്കിന് പ്രോബ്ലം. പിന്നെ ഈ ഡിസൈനിൽ ഇപ്പൊ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, തീരെ വുഡ് ഉപയോഗിച്ചിട്ടില്ല, കട്ടലൻ ചിലകളൊന്നും തീരെ വുഡ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അത് നിങ്ങളുടെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നോ? തീരെ വുഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ വേറെ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു ഡൈനൗട്ട് പോലെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഡോറൊക്കെ നമ്മളവിടെ കൊടുത്തത് കണ്ടു. അപ്പൊ അത് നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്തതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്തു വന്നപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അടുക്കളയെ കുറിച്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇതന്നെ കിട്ടി. വീടിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഇന്റീരിയറിനെ കുറിച്ച് തന്നെ എന്തെങ്കിലും വല്ല ഇത് ഇന്ന രീതിയിൽ വേണമെന്നോ? കാരണം മിനിമം ഇന്റീരിയറിലാണ് ഇപ്പോൾ ഇത് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വല്ല സജഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഇന്റീരിയർ മതിയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ കളർ തീമിനോട് എന്തെങ്കിലും ലൈറ്റിംഗ് വേണം എന്നുള്ളത്. പിന്നെ നല്ലൊരു പൂജാ റൂം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ട്, കിട്ടണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. സാർ, നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്തതിന് ശേഷം വെള്ളം കെട്ടി നിർത്താറുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം എന്ന് മാത്രമല്ല, സിമെന്റ് ഉപയോഗിച്ച് എന്ത് ജോലികൾ ചെയ്താലും അതിന് നമ്മൾ ക്യൂറിംഗ് എന്നാണ് പറയുന്നത്, വെള്ളം നനയ്ക്കുന്നതിന്. ഈ സിമെന്റ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ആ കെമിക്കൽ റിയാക്ഷൻ, അതായത് അതിന്റെ രാസപ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് വെള്ളം അത്യന്താപേക്ഷിത. ക്യൂറിംഗ് എന്നുള്ള പർപ്പസ് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം നനയ്ക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്തുന്നത്, ബോണ്ടിങ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്, സിമെന്റ് ഉപയോഗിക്കുമ്പോൾ റിയാക്ഷന് വേണ്ടിയിട്ട് വെള്ളം വേണമല്ലോ. അത് സൂര്യപ്രകാശത്തിന് ഇത് ആവിയായി പോവുക ചെയ്യുന്നത്. ഈ ആവിയായി പോയ വെള്ളം ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള വെള്ളം അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പുറമേ നിന്നും വെള്ളം ആഡ് ചെയ്യുക ചെയ്യുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കെട്ടി നിർത്തുന്നത്. സിമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്താലും, ഇപ്പൊ പ്ലാസ്റ്ററിങ് ആയാലും അതുപോലെ കോൺക്രീറ്റിംഗ് ആയാലും, അത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ വെള്ളം നനയ്ക്കുന്നത് അതിന് വേണ്ടിയുള്ള കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. അതും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റിയുള്ള വെള്ളം തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമാണ് അതിനകത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ.
അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിനകത്ത് ഉപ്പുള്ളതൊക്കെ ആണെങ്കിൽ തന്നെ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ അത് നടക്കുമ്പോൾ അതിന്റെ ബാഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്ന ആ പെർഫെക്റ്റും ആ ക്വാളിറ്റിയുള്ള വെള്ളം തന്നെ വേണം ക്യൂറിങ്ങിനും, അതുപോലെ തന്നെ ആ ടൈപ്പ് വെള്ളം തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാനും അതന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതിനാണ് ഈ കെമിക്കൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറിങ് എന്നുള്ള ഇത് ചെയ്യുന്നത്. വെള്ളം കൊടുത്ത് അതിനെ നനച്ച് ഒരു മിനിമം ക്വാണ്ടിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം നമ്മൾ വെള്ളം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.